ഹായ് ഹലോ ബാനുകുട്ടി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ ഡേ ആണ് ഇന്ന്. അങ്ങനെ അതിരാവിലെ ആയപ്പോൾ തന്നെ ഞാൻ എണീറ്റ് കേട്ടോ. പക്ഷെ അപ്പനും മോളും നല്ല ഉറക്കത്തിലായിരുന്നു. താമസിച്ചിറങ്ങിയാൽ മതി എന്ന രീതി ആയതുകൊണ്ട്, അതായത് ഒരു ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് വീട് എത്തിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവർ കിടന്നുറങ്ങട്ടെന്ന് കരുതി. അങ്ങനെ ഞാൻ ഫ്രഷായി. അതിനുശേഷം അച്ഛനും മോളും ഒരുങ്ങി. അങ്ങനെ നമ്മുടെ റിസോർട്ടിനെ കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. റിസോർട്ടിൻ്റെ പേര് വന്നിട്ട് ജംഗിൾ റിസോർട്ട് എന്നാണ്. നമുക്ക് വട്ടവട ഫോറസ്റ്റ് കഴിഞ്ഞാണ് ഇത്. ഫോറസ്റ്റിൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞ് സ്വല്പം കുറച്ചും കൂടെ പോകുമ്പോഴാണ് ഈ റിസോർട്ട് വരുന്നത്. എന്നാലും നല്ല സർവീസാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. എന്തായാലും എല്ലാവരും തന്നെ ഒന്ന് വട്ടവടയിൽ പോകുന്നുണ്ടെങ്കിൽ സ്റ്റേ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം നമുക്ക് ഫാമിലിയായിട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതിനു വേണ്ടിയുണ്ട് അവിടെ കാണാനും എൻ്റർടൈൻമെൻറ്റുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ വണ്ടി നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ വട്ടവടയ്ക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞതിന് ശേഷം ഇതിനിടെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡിലൊക്കെ ഒതുക്കിയാണ് പോയത്. കാര്യം കുരങ്ങൻ കൂട്ടങ്ങൾ ഒത്തിരി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരാളിങ്ങനെ പയ്യെ 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 വന്നുകൊണ്ടിരുന്നു. കൂടുതൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ അവിടെ നിന്നവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടി വിട്ടു പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തിരിച്ച് നമ്മൾ പോകുന്നത് വരെ ഭാനുക്കുട്ടിയുടെ വായിൽ നാനാ നാനാ എന്നൊരു വാക്കേ ഉള്ളൂ. കാര്യം അവൾക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. ആനയെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് അടിമാലിയിലുള്ള ഒരു ആനസവാരി കേന്ദ്രത്തിൽ ഞങ്ങൾ ചെന്നു. ഈ കഴിഞ്ഞൊരു ദിവസം ഒരു പാപ്പാനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, അതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾക്ക് അത്ര ഐഡിയ ഇല്ല. എന്നിരുന്നാലും ഭാനുക്കുട്ടിയുടെ ഒരു ആഗ്രഹവും എനിക്ക് ശരിക്കും പേടിയായിരുന്നു കേട്ടോ. ഹസ്ബൻഡിന് അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു. കാര്യം ധൈര്യത്തോടെ ഇരുന്നോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ നെഞ്ച് കിടന്ന് നല്ല ഇടിയായിരുന്നു. കഴിഞ്ഞു പോയ വാർത്ത കേട്ടതിന് ശേഷം ഞാൻ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പോയ സ്ഥലമാണോ, ഇനി ഞങ്ങൾ കയറിയ ആനയാണോ എന്നൊക്കെ ഉള്ള ടെൻഷനായി പോയി കേട്ടോ. എന്തായാലും അറിയുന്നവർ ആരെങ്കിലുമൊക്കെ ഇത് കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേ സ്ഥലം എവിടെയാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. വളരെ സന്തോഷമായിട്ട് പോയിട്ട് വന്നു. അപ്പോൾ ഇനി കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിട്ട് അടുത്ത പ്രാവശ്യം കാണും വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.